നമസ്കാരം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കേന്ദ്ര സായുധ സേനകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്ര സായുധ സേനകളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് BSF, CASF, ആസാം റൈഫിൾസ്, അതുപോലെ ഡൽഹി പോലീസ് മുതലായവയാണ്. ഇവയിലേക്ക് എല്ലാ വർഷവും ആപ്ലിക്കേഷൻ ക്ഷണിക്കാറുണ്ട്. ഈ പ്രാവശ്യം മോർ ദാൻ 39,000 വേക്കൻസികളാണ് ആകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയർലി 4,000 വേക്കൻസികൾ പെൺകുട്ടികൾക്ക് വേണ്ടിയും റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മാസം 14-ാം തീയതിയാണ്. ഇതിൽ ഒരുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കുക. 10ാം ക്ലാസ് മാത്രം യോഗ്യത മതി. പക്ഷേ നല്ല കായിക ക്ഷമതയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിൽ ജോലിക്ക് കയറിപ്പറ്റാൻ സാധിക്കുകയുള്ളൂ. കാരണം 1ാം ഘട്ടം നടക്കുന്ന ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ കഴിഞ്ഞാൽ 2ാം ഘട്ടത്തിൽ ഫിസിക്കൽ ടെസ്റ്റ് നടത്തും. ആ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി കഴിഞ്ഞാൽ മെഡിക്കൽ, അതിനടിസ്ഥാനത്തിൽ ഇടുന്ന റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വെച്ചിരിക്കുന്ന പ്രിയോറിറ്റി CSF ആണോ, BSF ആണോ, CRP ആണോ, RPF ഏത് പ്രിയോറിറ്റി അനുസരിച്ച് പിന്നീട് നമുക്ക് ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ SSCയുടെ സൈറ്റിൽ കയറുക. SSCയുടെ സൈറ്റിൽ കയറിയിട്ട്, അതായത് ssc.nic.in എന്ന് പറയുന്ന SSCയുടെ സൈറ്റിൽ കയറുക. നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവരാണെങ്കിൽ, അതായത് ഇതിനു മുമ്പ് SSCക്ക് ആപ്ലിക്കേഷൻ എന്തെങ്കിലും വിട്ടിട്ടുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ഈ നിലവിലുള്ള പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇല്ലാത്തവരാണെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ നടത്തുക. ആപ്ലിക്കേഷൻ ഒക്ടോബർ 14-ന് മുമ്പായിട്ട് കൊടുക്കുക. ഇതിൻ്റെ പ്രായപരിധി ജനുവരി 1, 2025 18-നും 23-നും ഇടയിലായിരിക്കണം പ്രായം വരിക. പക്ഷേ 23 വയസ്സെന്നുള്ളത് OBCക്കാർക്ക് 3 വർഷത്തെ ഇളവുണ്ട്. അവർക്ക് 26 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ SC/ST വിഭാഗത്തിനാണെങ്കിൽ 5 വർഷത്തെ ഇളവുണ്ട് ഉയർന്ന പ്രായപരിധിയിൽ. സോ അവർക്ക് 28 വയസ്സ് വരെ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഓർക്കുക, ബേസിക് ക്വാളിഫിക്കേഷൻ വെറും 10th മാത്രം മതി. 10th പാസ്സായ ആർക്കും ആപ്ലിക്കേഷൻ അയക്കാം. പക്ഷേ നമ്മൾ എൻട്രൻസ് കൂടുതൽ ഉയർന്ന മാർക്കോടുകൂടി ആദ്യം പാസ്സാവണം. അതിനുശേഷം നടക്കുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാവണം, മെഡിക്കൽ എല്ലാം പാസ്സാവണം. ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 4-5 മാസത്തെ ശ്രമമുണ്ടെങ്കിൽ, അതായത് ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ CBT ആദ്യം വരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 5 മാസം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ എല്ലാ പോർഷൻസും കവർ ചെയ്യാം. കാരണം അതിൽ 25% ഇംഗ്ലീഷ്, 25% മാത്സ്, 25% റീസണിങ്, ബാക്കി എല്ലാ സബ്ജക്റ്റിലും കൂടെ 25%. ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നിയർലി ഒരു 40%, 45% മാർക്ക് വാങ്ങുന്ന എല്ലാ കുട്ടികളെയും സാധാരണ ഫിസിക്കലിന് വിളിക്കാറുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് 40%-ഓളം മാർക്ക് വാങ്ങിയ കുട്ടികൾ ഫിസിക്കലിന് പോവുകയും ജോലിക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 3 മുതൽ 5 മാസം വരെയുള്ള കോച്ചിങ് കൊണ്ട് നമുക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാം എന്ന കോൺഫിഡൻസ് ഞങ്ങൾ നൽകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ, എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം, എങ്ങനെ പഠിക്കണം, ഏത് തരത്തിലുള്ള കോഴ്സാണ് ഇവിടെ ഉള്ളത്, ഫിസിക്കൽ ട്രെയിനിങ് എങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ക്രാഷ് കോഴ്സിങ് ചേരുകയാണെങ്കിൽ ഞങ്ങൾ മൊത്തം ആ കോഴ്സിന് 10,000 രൂപയാണ് 6 മാസത്തേക്ക് വാങ്ങിക്കുന്നത്. 10,000 രൂപ അടച്ചാൽ ഫിസിക്കൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ അക്കാദമിക് ട്രെയിനിങ് എല്ലാം പരിപൂർണമായിട്ട് ഞങ്ങൾ നൽകും. അപ്പോൾ മറക്കാതിരിക്കുക, ഒക്ടോബർ 14 ലാസ്റ്റ് ഡേറ്റ്. ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. Any officer